ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൈര് ചേർത്ത ഒരു വഴുതനങ്ങ കറിയാണ്. വഴുതനങ്ങ അത്ര അങ്ങോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല. എന്നാൽ ഇതുപോലെ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ലതാണ് കേട്ടോ. നല്ലൊരു വലിയ വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് വട്ടത്തിൽ ഇത്തിരി കട്ടിക്കായിട്ട് അരിഞ്ഞു വയ്ക്കണം. അത് കഴിഞ്ഞ് നമുക്ക് മസാലകൾ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഉപ്പ്. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അതിലേക്ക് ഈ വഴുതനങ്ങയിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന പോലെ പരട്ടി വയ്ക്കുക. ഒരുപാട് വെള്ളമൊന്നും ആവരുത്. ഒരു തവ അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് കറിവേപ്പില വെറുതെ നിരത്തിയിടുക. അതിൻ്റെ മീതെ ഈ വഴുതനങ്ങയെല്ലാം നിരത്തി വെച്ച് അടച്ച് വെച്ച് വേവിക്കുക. രണ്ട് പുറം മറിച്ചിട്ട് വേവിക്കണം കേട്ടോ. രണ്ട് പുറം മറിച്ചിട്ട് വേവിച്ച് കഴിയുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടിയുള്ള തൈര് അതിനകത്തൊക്കെ ഒരു കപ്പ് തൈര് വേണ്ടി വരും. അതിനകത്തോട്ട് ഒഴിക്കുക. പുളിയില്ലാത്ത ഒരുപാട് പുളിയുള്ള തൈര് വേണമെന്നില്ല. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് വറവിടാം. കടുക് വറുത്ത് പിന്നെ കുറച്ച് ജീരകം കൂടെ ഇടണം. പൊട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ അതിന് മീതിലിട്ട് നല്ല നിറത്തിന് വേണ്ടിയാണ്. കറി കാണുമ്പോൾ തന്നെ ഒരു ലുക്കായിരിക്കും. അപ്പോൾ ഇത് നമ്മളുടെ കറി റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മളത് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതരണം. അപ്പോൾ നമ്മുടെ കറി റെഡി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. ഓക്കെ.